ഞാനും നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കേട്ടു. അത് നിലവിൽ ഔദ്യോഗികമായി അത്തരത്തിലുള്ള അറിയിപ്പ് എൻ്റെ വകുപ്പിൽ വന്നിട്ടില്ല. റെയിൽവേയുടെ ചുമതല വഹിക്കുന്നൊരു മന്ത്രി എന്നുള്ളതിൽ എൻ്റെ വകുപ്പിൽ അത്തരത്തിലൊരു ഫയൽ വന്നതായിട്ട് ഇന്നലെ ഞാൻ പരിശോധിച്ചു, കണ്ടിട്ടില്ല. ഇപ്പോൾ ഡൽഹി മെട്രോയാണ് ആ വർക്ക് ഏൽപ്പിച്ച് DPR ഉണ്ടാക്കാനെന്നുള്ളതാണ് ഞങ്ങളുടെ വാർത്തകളിൽ നിന്ന് മനസ്സിലായത്. ബാക്കി ഏത് സംവിധാനമാണെങ്കിലും നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നിലവിലുള്ള പരിസ്ഥിതിയുടെ ഭാഗം എടുത്ത് പരിശോധിച്ചാലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടും അത്തരത്തിലുള്ള പദ്ധതികൾ കേരളത്തിന് ആവശ്യമാണ്, അതിനെ തള്ളി പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽ ഇത്തരത്തിലെന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നിലവിൽ അത്തരത്തിൽ ഫയൽ ഞാൻ കണ്ടിട്ടില്ല. വരികയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്പീഡ് റെയിൽ എന്നുള്ളത് മറ്റൊരു സംവിധാനം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു മെട്രോ സംവിധാനമായതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ചുമതലയിലാണ്. റെയിൽ പദ്ധതികൾ, മറ്റുള്ള എല്ലാ റെയിൽ പദ്ധതികളും വരുന്നത് നമ്മുടെ വകുപ്പിലാണ്. എന്തുകൊണ്ടും ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്നതാണ് മെട്രോ. മെട്രോയുമായി ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷേ ഹൈസ്പീഡ് കോറിഡോർ എന്നുള്ളത് സ്വാഭാവികമായും റെയിൽവേ നടത്തുമ്പോൾ അത് നമ്മൾ വരേണ്ടതാണ്. അതിലെങ്ങനെയാണ് ശ്രീധരൻ അവരുള്ളത് ഏൽപ്പിച്ച് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ആരെ ഏൽപ്പിച്ചാലും അത് കേരളത്തിന് ഗുണകരമാവുമെങ്കിൽ അത് നടക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. അത് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും കേരളത്തിലൊരു പൗരൻ എന്നുള്ള രീതിയിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പുതിയ പദ്ധതികളുണ്ടാവണം. എത്രയും വേഗത്തിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടാവണം. അല്ല, നിലവിൽ റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള രീതിയിൽ എനിക്ക് വരേണ്ട ഫയൽ ആയിരുന്നെങ്കിൽ എനിക്ക് വരേണ്ടതാണ്. പക്ഷെ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് പോകേണ്ട ഫയലായതുകൊണ്ട് ചിലപ്പോൾ മുഖ്യമന്ത്രി പോയിട്ടുണ്ടാവും. പറയുന്നു ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തൊട്ട് പിന്നാലെ തന്നെ സുധാകരൻ ഇതിനെതിരെ സമരം ചെയ്യുന്നു പറഞ്ഞുള്ള പ്രഖ്യാപനം വരുന്നത് അതൊരു ശരിയാണ്? വികസനത്തിന് ഒരു വികസനം കേരളത്തിൽ വരുന്ന പദ്ധതികളെ എതിർക്കുന്നത് ശരിയല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളായാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികളും അതിനെ എതിർക്കുക എന്നുള്ളത് ശരിയല്ല. കേരളത്തിന് ഗുണകരമായിട്ടുള്ള ഏത് പദ്ധതിയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ നിലപാട്. അതെങ്ങനെ വന്നു എങ്ങനെ വന്നില്ല എന്നുള്ളത് അത് വരണമെന്നുള്ളതാണ്. ഹൈസ്പീഡ് കോറിഡോർ നമുക്ക് വേണം. അത്തരത്തിൽ ഒരു റെയിൽവേ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നിരവധി തവണ ഇപ്പോൾ ഷൊർണൂർ എറണാകുളം 3ഉം 4ഉം പാതകളുടെ വികസനം എത്രയോ മാസങ്ങളായി നമ്മൾ വർഷങ്ങളായി നടക്കുകയാണ്. ആ ഒരു ആവശ്യം ഉന്നയിച്ചു. മൈസൂർ പാത വർഷങ്ങളായി നടക്കുക. അപ്പോൾ ലഭ്യമാകുന്ന പാതകളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ ശബരി പാത നിരവധി തവണ അത് പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്, നടക്കുന്നില്ല. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭൂമി ഫ്രീസ് ചെയ്തിട്ട് അവർ ബുദ്ധിമുട്ടുന്നത്. അതുകൂടി നമ്മൾ കാണണം. ഇത് പ്രഖ്യാപനങ്ങളാവരുത് എന്നതാണ് എനിക്ക് പറയുന്നത്. ഇലക്ഷനൊക്കെ വരികയാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പ്രഖ്യാപനമായി ഇത് ഒതുങ്ങിപ്പോകരുത്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഗുണകരമായ ഒന്നാണ്. അത് നടക്കണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ. പൊന്നാനിയിൽ കൂടി റെയിൽവേ സംവിധാനം വരട്ടെ, അത് ഓഫീസിൽ വരിക അങ്ങനെയാണ്. താങ്കളുടെ മണ്ഡലമാണ് താനൂർ ഗുരുവായൂർ റെയിൽ പാതയെ കുറിച്ച് അല്ല, നോക്കൂ, മൈസൂരിലെ ശബരിയിലെ ഈ ഗുരുവായൂരിലെ ഇതെല്ലാം തന്നെ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ് എന്നാണ് ഞാൻ അതിൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടത് അതല്ല. നമുക്ക് ഇത്തരം പദ്ധതികൾ നടപ്പിലാവണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിലെന്താ വ്യത്യാസമുണ്ട്? ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീധരൻ സാർ തമന്നൂരിൽ ഒരു പുതിയ പാലം നിർമ്മിക്കാൻ എല്ലാ സംവിധാനങ്ങളും നടന്നു. അതിന് കോടതി പോയ ആൾ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ഒന്ന് വിട്ടുനിന്ന് നാടിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് കൂടെ നിൽക്കണം എന്നുള്ളതാണ്. മെട്രോയുടെ കാര്യം മാത്രം നോക്കിയാൽ പോലും അവിടെ നല്ലൊരു പാലം നമ്മൾ അവിടെ പണിയാൻ തീരുമാനിച്ചതാണ്. അതിന് അദ്ദേഹം തന്നെ ആദ്യം അതിനെതിരെ കോടതിയിൽ പോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ ബഹുമാനപ്പെട്ട ശ്രീധരേട്ടൻ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നതാണ് ശ്രീധരനോട് പറയുന്നത്. മത്സര രംഗത്ത് താനൂർ തന്നെയാണോ മത്സരിക്കുന്നത്, അല്ലെ മണ്ഡലം മാറാൻ സാധ്യതയുണ്ടോ? മണ്ഡലം മാറി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഇലക്ഷൻ വരട്ടെ. ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് പാർട്ടി നിലപാട്. കഴിഞ്ഞ ദിവസം
നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ്, അതായത് കേരളത്തിൽ നമ്മുടെ തിരൂരിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എന്നെ ക്ഷണിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമി ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ പരിപാടിയല്ല, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയല്ല. ഞാൻ അവിടെ പോയി പറഞ്ഞതെന്താ, ഞാൻ അത്തരത്തിലൊരു സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു യോഗമായിരുന്നിട്ട് കൂടി ഞാൻ എൻ്റെ ആശയം അവിടെ പറഞ്ഞു. കാരണം രാജ്യം അനുഭവിക്കുന്ന നിലവിലുള്ള ഭൂരിപക്ഷ വർഗീയത എന്നുള്ളൊരു നമ്മൾ വായിക്കുന്ന ഒരു സംവിധാനത്തിന് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിനെ എതിർക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ നടത്തിയത്. തെറ്റൊന്നുമില്ല. അത്തരത്തിൽ യോഗത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമെ അനുകൂലിക്കാനൊന്നുമില്ലല്ലോ ഞാൻ പോയത്. അത് സാധാരണക്കാരന് കിട്ടേണ്ട ഏതെങ്കിലും സഹായങ്ങൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അത് പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലാവുമ്പോൾ അവിടെ ഏതെങ്കിലും പാവങ്ങൾക്ക് അത്തരത്തിലൊരു സഹായം കിട്ടുമ്പോൾ ഞാനായിട്ട് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. ആര്? UDF കേരളത്തിൽ കക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി. പിന്നെ UDF അങ്ങനെ ആരോപിച്ചു വല്ല കാര്യമുണ്ട്? നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു പരിപാടി കൂടിയാണ്. നിലവിൽ തന്നെ ആ നാട്ടിലെ ആ പ്രദേശത്തുള്ള കണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നെ ക്ഷണിച്ചത്. സാധാരണക്കാരാണ് നാട്ടിൽ. അവർ ക്ഷണിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ഒന്ന് പോയി ജസ്റ്റ് അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ പോയി തിരിച്ചു വന്നു. ആ സമയത്ത് എന്നോട് സംസാരിക്കാൻ ഉദ്ഘാടനം ആണ്, ഞാൻ അവിടെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യമാണ്, പാവങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഒരു രീതി നിലവിൽ നമ്മൾ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വർഗീയത. കേരളത്തിലും ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ അതിനെ എതിർക്കപ്പെടണമെങ്കിൽ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ നൽകിയത്. എല്ലാ സമയത്തും ഇപ്പോഴും എനിക്കത് തന്നെയാണ് പറയാം. ജമാഅത്തിന്റെ ആദർശങ്ങളോട് താങ്കൾ യോജിക്കുന്നു? എന്താ സംശയമുള്ളത്? ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ജമാഅത്തിൻ്റെ ആശയങ്ങളെ എക്കാലത്തും എതിർത്തിട്ടുള്ള ആൾ ഇനിയും ആ ആശയങ്ങളെ എതിർക്കുകയാണ്. കാരണം ഇപ്പോൾ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രതിനിധികളുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. അവർ പങ്കെടുക്കുന്ന പഞ്ചായത്ത് യോഗങ്ങളിൽ ഇപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന് പറയാൻ പറ്റും. അത് ഒരു ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ലേ. എന്ന പോലെ തന്നെ കേരളത്തിലെ പൊതു ജനധാരയിൽ ഉള്ള പരിപാടികൾ സെലക്റ്റീവായി ചിലതിൽ പങ്കെടുക്കേണ്ടി വരും. ഇത് ഒന്നാമത് ചാരിറ്റിയാണ്. ഞാൻ എക്കാലത്തും ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണ്. അത്തരത്തിൽ കഴിയുന്നത്ര സഹായം നൽകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം പരിപാടികളൊന്നും വിട്ടു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പോയി. നോക്കൂ, റംസാൻ മാസം എന്നുള്ളത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത്. ധാരാളം സക്കാത്ത് കമ്മിറ്റികൾ വരുന്നൊരു സമയമാണ്. എല്ലാ വിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ച് മലബാറിൻ്റെ ഒരു പ്രത്യേകത എന്താ, 1 രൂപയുണ്ടെങ്കിൽ അതിൽ 50 പൈസ അവർ പാവങ്ങൾക്ക് കൊടുക്കുന്നൊരു സമയമാണ്. അവിടെ അത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവങ്ങൾ കിട്ടേണ്ട ഒരു സഹായം, അതിന് അത്തരത്തിൽ സഹായം നൽകുന്ന ഒരു ചടങ്ങിൽ പോയതിനൊരു തെറ്റും അതിലില്ല. അവിടെ പോയാലും എൻ്റെ ആശയം എന്താണോ അത് പറഞ്ഞിട്ടുണ്ട് ആ വേദിയിൽ എന്നുള്ളത് കൂടി നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ അതിൻ്റെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമില്ലേ. ഒറ്റക്കാരോട് ചോദിച്ചോട്ടെ, പ്രകോപിപ്പിക്കാനല്ല, അതായത് മെസ്സി വരുന്ന കാര്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചോ? നമ്മൾ സക്കാത്തല്ലേ ഇവിടെ? അല്ല, ആ കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഗൗരവമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. അത് എത്തുമ്പോൾ നമുക്കതേക്കുറിച്ച് പറയാം. അത് ഗൗരവമായി, ഞാൻ പറഞ്ഞല്ലോ, ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചെറിയ കാര്യമല്ല. അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് പറയാം. അത് ഇപ്പോൾ ഞാനത് പറഞ്ഞാൽ അത് നിരവധി കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാനത്